ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1726. ഇന്ന് സെപ്റ്റംബർ മാസം 21 ഈ ആണ്ടിലെ 265 ദിവസത്തിലെത്തി. ക്രിസ്തുയേശുവിന്റെ വചനങ്ങൾ തന്നെയാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അതേറ്റവും രഹസ്യമായിരിക്കട്ടെ എന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നൽകുന്നുണ്ട്, വലിയ മനസ്സോടുകൂടി തന്നെയാണ്. പക്ഷേ അത് യേശു പറഞ്ഞ മാതിരി കുറച്ച് രഹസ്യമായിട്ട്, ആരെയും പരിക്കേൽപ്പിക്കാതെ, ആർക്കൊരു അപമാനം വരാതെ, പ്രത്യേകിച്ച് അത് കൈപ്പറ്റുന്നവരുടെ അഭിമാനത്തെ കൂടി ഒന്ന് പരിരക്ഷിച്ചുകൊണ്ട് ആയിക്കൂടെ. അതാണ് ക്രിസ്തുയേശു പഠിപ്പിക്കുന്നത്. കുറച്ചൊക്കെ രഹസ്യമായിട്ട് നൽകിക്കൂടെ. അവിടം കൊണ്ടും യേശു അത് നിർത്തുന്നില്ല കേട്ടോ. നീ നിന്റെ വലത് കൈ ചെയ്യുന്നത് നിന്റെ ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് സഹായിച്ചതെന്നോ ആർക്കാണ് സഹായം ചെയ്തതെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അത് കൊടുത്തത് ആരാണെന്ന് വാങ്ങിച്ചത് ആരാണെന്ന് കൊടുത്തവർക്കോ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആ ചെയ്തു തീർത്ത കർമ്മങ്ങളെക്കാൾ വിശുദ്ധമായി മറ്റെന്തുണ്ട്? നമ്മളിങ്ങനെ ഭയങ്കര നിസ്സംഗതയിലാണ്, പിന്നെ ഏറെ സംശയത്തിലോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. ഒത്തിരി ആലോചിക്കാനൊന്നും സമയമില്ല. അയാൾ നഗരത്തിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു. സഹായത്തിനായിട്ടുള്ള മുറവിളി. ഉറപ്പാണ് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലായി. സഹായിക്കാൻ തുനിഞ്ഞെങ്കിലും പെട്ടെന്നാണ് ചില ചിന്തകൾ പിന്നോട്ട് വലിച്ചത്. ആ സ്ത്രീ ആരാന്നറിയില്ല. ഇടപെട്ടാൽ തനിക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ, തന്റെ സൽപ്പേരിന് എന്തെങ്കിലും കളങ്കം വന്നാലോ, തന്നെ ആരെങ്കിലുമൊക്കെ അപമാനിച്ചാലോ. ഇങ്ങനെയെല്ലാം ചിന്തിച്ചു നിൽക്കുന്നതിനിടയ്ക്ക് ആ നിലവിളി ശബ്ദം നേർത്ത് ഇല്ലാതായി. താൻ സഹായിക്കാതിരിക്കുന്നതിന് സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഒന്നും സംഭവിക്കാത്ത മട്ടില് നിസ്സംഗതയോടുകൂടി തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. ഇതേതാണ്ട് എന്നെക്കുറിച്ച് തന്നെയല്ലേ? ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും കുറിച്ചുമാണ്. നമ്മളിങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സ്വാഭാവിക നന്മ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് വല്ലാത്ത ചില കാലതാമസം ഉണ്ടാവുന്നു. ആശങ്കകളാണ് നമ്മളെ വല്ലാതെ വലയ്ക്കുന്നത്. പിന്നെ നിസ്സംഗതയേക്കാൾ വലിയ തെറ്റുണ്ടാവില്ല. അവനവന്റെ ഈ അലംഭാവത്തെ ന്യായീകരിക്കുന്നതിനേക്കാൾ വലിയ അബദ്ധവും ജീവിതത്തിൽ വരാനില്ല. ഒന്ന് തിരിച്ചറിയണമേ. ആമേൻ.